നമസ്കാരം. ഭൂമിക്ക് പുറത്ത് ജീവൻ തേടിയുള്ള മനുഷ്യൻ്റെ പതിറ്റാണ്ടുകളായുള്ള പ്രയത്നങ്ങൾക്ക് ഒടുവിൽ ഫലം കാണുന്നു. ഭൂമിയിൽ നിന്ന് 128 പ്രകാശവർഷം അകലെ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ജീവൻ്റെ അംശം കണ്ടെത്തിയിരിക്കുകയാണ്. ഈ മേഖലയെക്കുറിച്ച് അധികം വിശദാംശങ്ങൾ ഗവേഷകർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഈ ഒരു കണ്ടെത്തൽ എന്ന് തന്നെ കരുതേണ്ടി വരും. മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചൊവ്വയിൽ ജീവൻ്റെ അംശങ്ങൾ കണ്ടെത്തിയതായി ഇപ്പോൾ ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നാളെ മനുഷ്യൻ അവിടെ വാസയോഗ്യമായൊരു സ്ഥലമാക്കി മാറ്റി അവിടെ താമസം ഉറപ്പിക്കുമോ എന്ന് പോലും പലരും കരുതുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം കൂടി നടത്തിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളിൽ മനുഷ്യരുണ്ടോ, അവരെങ്ങനെ ഇരിക്കും തുടങ്ങിയ നമ്മുടെ വളരെ പണ്ട് മുതലേ ഉള്ള മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മുതലുള്ള അവൻ്റെ ആ സംശയങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ദൂരീകരിക്കുന്ന തരത്തിലായിരിക്കാം ഈ ഒരു പുതിയ ഗവേഷണ ഫലം എത്തുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി എന്ന അതിസൂക്ഷ്മമായ ദൂരദർശിനി ഉപയോഗിച്ചാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ ഈ ഒരു സാന്നിധ്യം, ഈ ഒരു ഗ്രഹത്തെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഭൂമിയിലെ പോലെയല്ല, ഇവിടെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 33 ദിവസം മാത്രമാണ്. എന്നാൽ ഇത് ഭൂമിയേക്കാൾ വളരെയേറെ വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഭൂമിയിൽ, അതായത് നമുക്ക് ജീവൻ അവശേഷിക്കുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ചില ഘടകങ്ങൾ ഇവിടെയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ ഫലങ്ങളിൽ ഒന്ന്. ഈ ലോകത്ത് ജീവൻ്റെ സൂചന നൽകുന്ന തന്മാത്രകളായ ഡയമൈഥൈൽ സൾഫൈഡ്, ഡയമൈഥൈൽ സൈതൽ സൾഫൈഡ് എന്നിവ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഇവിടെ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ ഭൂമിയിലെ തന്നെ സമുദ്രജാലങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം കണികകളാണ് ഇപ്പോൾ ഈ ഒരു ലോകത്തും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഇവിടെ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് ഇവിടെ മനുഷ്യരെ പോലെയോ അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെയൊക്കെ ഉള്ള നിരവധി പേർ ഒരുപക്ഷെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 124 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ലിയോ നക്ഷത്ര സമൂഹത്തിൽ ഉൾപ്പെട്ട എക്സോ പ്ലാനറ്റ് K2-18bയുടെ അന്തരീക്ഷത്തിലാണ് ഈ തന്മാത്രകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ചുവന്ന കുളൻ നക്ഷത്രം ഈ ഗ്രഹത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ ജീവൻ്റെ അംശം ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ഭൂമിയിലേതിന് സമാനമായ അന്തരീക്ഷമാണ് ഒരുപക്ഷെ ഇവിടെ കാണപ്പെടാൻ സാധ്യതയുള്ളത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യക്കാരനാണെന്നാണ് നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിക്കു മധുസൂദനൻ എന്നാണ് ഇതിൻ്റെ പേര് കാണുന്നത്. ഈ ഗവേഷകൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും ഇത് സംബന്ധിച്ചുള്ള പര്യവേഷണങ്ങൾ നടത്തുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത്, എന്നാൽ ഇത് സംബന്ധിച്ച് ആധികാരികമായി ഇപ്പോൾ ഒരു ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്നാണ്. ഒരുപക്ഷെ ഒരു ദശകത്തിന് ശേഷമായിരിക്കാം ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഗവേഷണ ഫലങ്ങൾ തങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുക എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മറ്റേതോ ഒരു സ്ഥലത്ത്, അജ്ഞാതമായ ഒരു ലോകത്ത് ഇത്രയും പ്രകാശവർഷം അകലെ എന്ന് പറയുമ്പോൾ എത്രയോ കോടിക്കണക്കിന് മൈൽ അകലെ അവിടെ ജീവൻ്റെ അംശം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഗവേഷകരെ സംബന്ധിച്ചുള്ളത്. ഈ ഒരു ദൗത്യത്തിന് വലിയൊരു വിജയമാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖല അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണ മേഖലയൊക്കെ തന്നെ അത് വലിയൊരു മാറ്റത്തിന് തന്നെ വഴിതെളിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഗ്രഹം ഭൂമിയേക്കാൾ 2.6 മടങ്ങ് വലുപ്പമുള്ളതും 8.6 മടങ്ങ് ഭാരമുള്ളതുമാണ്. കൂടാതെ ഇത് സമുദ്രത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത്. സമുദ്രം തന്നെയാണോ എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ചൊവ്വയുടെ ഉപരിതലത്തിൽ കണ്ടെത്തിയ വലിയ പാറക്കെട്ടുകളിലൊക്കെ തന്നെ ജീവൻ്റെ അംശം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പുതിയ ഗ്രഹത്തിലും സംഭവിച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ചൊവ്വ ഗ്രഹത്തിനേക്കാൾ മുമ്പ് തന്നെ മനുഷ്യന് ഈ ഒരു മേഖല വാസയോഗ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്.